കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ പരാതിയുമായി ടി.എൻ. പ്രതാപൻ വ്യാജരേഖ ചമച്ചുവെന്നും വ്യാജ സത്യവാങ്മൂലം നൽകിയെന്നും ചൂണ്ടിക്കാട്ടി സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് പരാതി നൽകിയത്. സുരജ് സജീവ് വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്ന്. വിജയകുമാർ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ സജീവമാവുന്ന സമയത്ത് തന്നെ പറഞ്ഞിരുന്നു. കാരണം ഈ പലരുടെയും മേൽവിലാസം അടക്കം ഉപയോഗിച്ചുകൊണ്ട് ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത സംഭവങ്ങളുണ്ട്. ആ സാഹചര്യത്തിലാണ് ഇതൊരു ക്രിമിനൽ കുറ്റമായി കണ്ടുകൊണ്ട് നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള കോൺഗ്രസിന്റെ ഒരു നീക്കം വന്നിരിക്കുന്നത്. ഇതിൽ നിർണായകമാകുന്നത് ഇപ്പോൾ മുൻ MP കൂടിയായിട്ടുള്ള ടി.എൻ. പ്രതാപൻ നൽകിയ പരാതി തന്നെയായിരിക്കും. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് അല്പം മുമ്പ് സിറ്റി പോലീസ് കമ്മീഷണറെ കണ്ട് നേരിട്ട് ടി.എൻ. പ്രതാപൻ ഈ പരാതി കൈമാറിയിരിക്കുന്നത്. ഇതിൽ പറയുന്നത് വ്യാജരേഖയും വ്യാജ സത്യവാങ്മൂലവും നൽകി തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ വോട്ട് ചേർത്തു സുരേഷ് ഗോപി എന്ന ആരോപണമാണ് മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കാര്യക്ഷമമായ അന്വേഷണം വേണം. വ്യാജരേഖകൾ അടക്കം ചമച്ചുകൊണ്ടാണ് തൃശൂർ നിയമസഭാ നിയോജക മണ്ഡലത്തിൽ, അതായത് പാർലമെന്റിന്റെ പരിധിയിൽപ്പെടുന്ന നിയമസഭാ നിയോജക മണ്ഡലത്തിൽ വ്യാപകമായി വോട്ടുകൾ ചേർത്തതെന്നാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യാജരേഖയെക്കുറിച്ചും സുരേഷ് ഗോപി നൽകിയ വ്യാജ സത്യവാങ്മൂലത്തെക്കുറിച്ചും അടക്കം അന്വേഷണം വേണം. അതായത് സുരേഷ് ഗോപി നൽകിയത് വ്യാജ സത്യവാങ്മൂലമാണ് എന്നുള്ളതാണ് ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൃത്യമായ പോലീസ് അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസ് നീങ്ങിയിരിക്കുന്നത്. നേരത്തെ, അതായത് കഴിഞ്ഞ ദിവസം DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് അടക്കം സുരേഷ് ഗോപിയുടെയും കുടുംബത്തിന്റെയും വോട്ടുകൾ തൃശൂരിലേക്ക് മാറ്റിയതിലടക്കം ഗുരുതരമായ ആരോപണം മുന്നോട്ട് വച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പോലീസിൽ പരാതി നൽകിക്കൊണ്ട് നിയമവഴിയിലേക്ക് കൂടി കോൺഗ്രസ് കടന്നിരിക്കുന്ന വിജയകുമാർ.